യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദരിദ്ര നഗരമായിരുന്നു നേപ്പിൾ. തങ്ങളുടെ രക്ഷകൻ വന്നിരിക്കുന്നു എന്നാണ് അന്ന് മറഡോണയെ നെപ്പോളിക്കാർ വിശേഷിപ്പിച്ചത്. ഇതാണ് അമാൽഫിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നാരങ്ങ. ഇത് തുടരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ മാത്രം പിടിക്കാനേ പറ്റും. ഇവിടുത്തെ ഒരു പച്ചക്കറി കടയാണ് അമാൽഫിയിലെ. ഇതിൽ എത്ര ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എൻ്റെ സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ അമാൽഫിയിലെ പരിപാടിയുടെ പോസ്റ്റർ ഒട്ടിക്കുന്ന ചേട്ടന്. നമ്മൾ നേരെ പോകുന്നത് അമാൽഫിയിലെ പേപ്പർ മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ അമാൽഫിയിലെ കെട്ടിടങ്ങളുടെയൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്ന ചേട്ടനോട് ചോദിച്ചു ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് പേപ്പർ മ്യൂസിയത്തിലേക്ക്. പുള്ളി പറഞ്ഞു ഒരു 150 മീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ആളോട് ചോദിച്ചു ഞങ്ങൾ മ്യൂസിയം എവിടെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നൊരു 100 മീറ്റർ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടുത്തെ 100 മീറ്റർ 150 മീറ്ററും ഒക്കെ പലർക്കും പല അളവാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയം തുറന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പോയിട്ട് പേപ്പർ മ്യൂസിയം ഇതാണ് മ്യൂസിയോ കാർട്ട 10 മീറ്റർ എൻട്രൻസ്. അമാൽഫിയിലെ പേപ്പർ മ്യൂസിയത്തിൽ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നേരെ പോയി ഒരു സ്പെഷ്യൽ സ്ഥലത്ത് പോയി ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ പേപ്പർ മ്യൂസിയത്തിലെ ഗൈഡഡ് ടൂറിന് പോവാണ്. കൈകൊണ്ട് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു കൾച്ചർ ഇവിടെ അമാൽഫിയിലുണ്ടായിരുന്നു. അതിൻ്റെ ഗൈഡഡ് ടൂറാണ്. സോ വാട്ട്സ് യുവർ നെയിം? അലിസിയ ആണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ അലിസിയ നമുക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. Of the 13th century, where the paper was produced until the 1969. In this date, Nicola Milano closed his activity because make paper in Amalfi was very expensive. But to preserve the tradition, before created a foundation and after transformed this paper mill in a museum. But the paper was invented in China in the 1st century. In Amalfi arrived in the 13th century and by the Arabs when Amalfi was a famous maritime republic, had commercial relationship with different people, including the Arabs. And its territory was biggest than the modern country, because in the past the ancient republic included the whole Amalfi coast. അമാൽഫിയിലേക്ക് പേപ്പർ കൊണ്ടുവന്നത് അറബ്സാണ്. 13ാം നൂറ്റാണ്ടിലാണ് അറബ്സ് ഇവിടെ പേപ്പർ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഈ പേപ്പർ ഉണ്ടാക്കുന്ന മ്യൂസിയത്തിലേക്കാണ്. പേപ്പർ ഉണ്ടാക്കുന്ന ഇതൊരു ട്രഡീഷനായിട്ട് ഇപ്പോൾ ഇവിടെ 1960s വരെ ഇവിടെ പേപ്പർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒരു ട്രഡീഷനായിട്ട് അവർ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുവാണ് ഈ ഒരു ഹിസ്റ്ററി പ്രിസർവ് ചെയ്യാൻ വേണ്ടി. The old clothes in a pulp in only 24 hours. To make it, the machine used to have a big hammer. Under every hammer 20 spikes like this in iron. When the camshaft turns, the pistons push under the hammers. In this way, this go up and down, up and down, up and down on the rags and the water for about 24 hours. Finally, when the pulp was ready, consequently was collected by little bubbles. The name of the second machine right here is Dutch machine, because the machine was invented by a Dutch engineer. Arrived in the paper mill in this day. But today, the modern paper made in Amalfi is produced with only fresh and white cotton. No rags, no animal urine, only bambagia. This is the name used in Italy to call the cotton fibers. And this is the reason because the Amalfitan people calls their paper Bambagina paper. Carta Bambagina from Bambagia. To make it, still today there are the
same tools used in the past. The first is the tank. The second tool is a frame with an iron screen, where you can see also the watermark, la filigrana. This is the symbol of the Cartares family, and in fact every family had a different one. The last tool is a wool felt, used to make paper and to separate a sheet of paper from another sheet of paper in this way. I show you, but after if you want you can try. ഇതിനകത്ത് പേപ്പർ പൾപ്പാണ്. ഇപ്പം നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണുകയാണ്. Okay, when the pulp is ready, facciamo cadere l'acqua, you can remove the excess. Togliamo il telaio. Hai già messo la... E poi va prima pressato. In this way on the felt. Questo è il foglio di carta. This is the paper. Che poi veniva portato ad asciugare. This is the result. പേപ്പർ കിട്ടിയിരിക്കുകയാണ് നമുക്ക്. So you will dry this one. How will you dry this one? Yes, if you want you can try. നമ്മൾ പേപ്പർ ഉണ്ടാക്കാൻ പോവാണ്. Se volete provare anche voi, senza problemi. Okay, it's good. You can try, you can correct it. ആദ്യം നമ്മളിത് പൾപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഫ്രെയിം എടുത്തിട്ട് ഫ്രെയിമിനകത്ത് മുഴുവൻ നെറ്റാണ്. ഈ നെറ്റാണിത്. അപ്പം നമ്മൾ ഇതിനകത്തൊക്കെ എടുത്തിട്ട് നേരെ ഇതിനകത്ത് പേപ്പർ വരും. ഇതിനകത്ത് പൾപ്പ് ഇതിനകത്ത് പറ്റിയിരിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ വെക്കുന്നു. അതിനുശേഷം ഈ ഫ്രെയിം തുറക്കുന്നു. ഫ്രെയിം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെക്കുന്നു. അപ്പം പേപ്പർ നേരെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ. No, questo è per, diciamo, lo facciamo vedere durante la visita. I show you now the final result after 2-3 days. If you want to can touch, you can feel like this paper is rough. It's good only for watercolor in this moment, not to writing because absorbs water and absorbs ink. To have a paper good for writing, this paper adds another process called fixing process. In the last part, finally, you can see the last machine that produced paper here until the 1969. The continuous machine, this is the name, was invented in the second industrial revolution, already here in the second half of the 19th century, and was used to make paper with wood pulp, cellulose and chemical elements. The name of this new paper was sugar paper. This is the same paper touch downstairs, still before the fixing process. This is the paper in this moment good to writing because not absorbs ink and not absorbs water. But like the paper made downstairs, also the new one, this new one into the line have the watermark. In this moment you can see the symbol, and also for you, if you have time, in this part there is a fountain pen. This is the occasion to try a memory. അങ്ങനെ ഞങ്ങൾ അമാൽഫിയിലെ പേപ്പർ മിൽ മ്യൂസിയം ഒക്കെ കണ്ടിട്ട് തിരികെ പോവാണ്. 7 യൂറോയാണ് ഒരാൾക്ക് എൻട്രി ഫീസ്. 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഗൈഡഡ് ടൂറാണ്. ഞങ്ങളുടെ ഗൈഡ് അലക്സിയ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. തിരിച്ചു പോകുന്ന നേരം ഇവിടെ ഉണ്ടാക്കിയൊരു പേപ്പറൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പേരൊക്കെ എഴുതി ഇന്നത്തെ പേപ്പർ മിൽ വിസിറ്റിൻ്റെ ഇവിടെ ഉണ്ടാക്കിയ പേപ്പറിൽ നമ്മൾ പഴയ കാലത്തെ ഒരു പേനയൊക്കെ പിടിച്ചിട്ട് പേരൊക്കെ എഴുതി ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സുവനീറായിട്ട് അവർ തന്നിരിക്കുകയാണ്. നമുക്കതൊക്കെ എഴുതി തിരിച്ചു പോകാം. ഇന്ന് ഈ പേപ്പർ മില്ല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷനാണ്. അവർ ഈ ഒരു പേപ്പർ മില്ല് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന
പൈസയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻകം. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് അമാൽഫിയുടെ ഒരു ചരിത്രം സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തിരികെ നമുക്ക് പോകേണ്ടത് ഒരല്പം ഫുഡ് കഴിക്കാനാണ്. ഇവിടുത്തെ ഒരു ഫേമസ് കോഫി ഷോപ്പുണ്ട്. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് ക്രിസും റീനയും സ്റ്റീവും ഒക്കെ ബീച്ചിൻ്റെ അവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അവരെ വിളിച്ചിട്ട് തിരികെ അമാൽഫിയോട് വിട പറയണം. ആന്ത്രിയ പാൻസ എന്ന് പറയുന്ന കോഫി ഷോപ്പിലേക്കാണ്. ഇറ്റലിയിലെ തന്നെ ഒരു ഓൾഡസ്റ്റ് കോഫി ഷോപ്പാണ്. അമാൽഫിയിൽ 1830 ഈ കോഫി ഷോപ്പ് പണിതത്. അപ്പം 1830 മുതൽ ഉള്ളൊരു കോഫി ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ക്യാപ്പച്ചിനോയും ക്രോസോണ്ടും കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കോഫി ഷോപ്പ് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ട ഒരു കോഫി ഷോപ്പാണ്. പാൻസ എന്ന് പറയുന്ന അമാൽഫിയിലെ ഒരു കോഫി ഷോപ്പാണ്. ഇത് 1830 ഇത് സ്ഥാപിച്ചത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പേപ്പർ മില്ലിലെ പേപ്പർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1830 സ്ഥാപിച്ച ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2023 ബേക്കേഴ്സ് ഓഫ് ദി ഇയർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇറ്റാലിയൻ പേസ്ട്രി എക്സലൻസിൽ. ഇത് നേരെ സ്ഥിതി ചെയ്യുന്നത് അമാൽഫിയിലെ കത്തീഡ്രലിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇവിടെ വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കോഫി ഷോപ്പിൽ വന്നിട്ട് ഒരു കോഫിയും കുടിച്ച് ക്രോസോണ്ടും ഒക്കെ കഴിച്ച് വെളിയിലിരിക്കാൻ സൂപ്പർ ഒരു വൈബാണ്. നമുക്ക് സ്പൊള്ളിയാത്തേല വന്നിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കണം. നമ്മുടെ പപ്സൊക്കെ പോലെയാണ്, കുറച്ചുകൂടെ ക്രഞ്ചിയാണ് പുറമെ. അകത്ത് ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് ഫില്ലിംഗ് ഉണ്ട്. ഇനിയിപ്പം തിരികെ പോകണം. അതിനിടയ്ക്ക് മറ്റൊരു ഗംഭീര കാഴ്ചയുണ്ട്. വൈകിട്ട് സൂര്യാസ്തമയമൊക്കെ ആകാറായി. ഇവിടുത്തെ കത്തീഡ്രലിൻ്റെ മുകളിലേക്ക് ലൈറ്റ് അടിക്കുന്ന കാഴ്ചയാണ്. സൂപ്പർ വ്യൂ ആണ്. ഇതാണ് പ്ലാസ ഡൂമോയുടെ കാഴ്ചകൾ. പ്ലാസ ഡൂമോ എന്ന് പറയുന്നത് കത്തീഡ്രലാണ്. അപ്പം ഇതാണ് അമാൽഫി കോസ്റ്റിൻ്റെ വൈകുന്നേരത്തെ കാഴ്ചകൾ. സൂര്യനൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഗംഭീരമായ വ്യൂ ആണ്. അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇതാണ് ഈ ഒരു മലഞ്ചെരുവിൽ 2 മല ഇടുക്കിലുള്ള ഒരു പട്ടണമാണ് അമാൽഫി കോസ്റ്റ്, അമാൽഫി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഓൾഡ് ടൗണും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ്. അപ്പം സൗത്ത് ഇറ്റലിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ് അമാൽഫി കോസ്റ്റും അതിൻ്റെ പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ. അപ്പം നാപ്പോളി വരുവാണെങ്കിൽ അല്ലെങ്കിൽ റോമിൽ വരുവാണെങ്കിൽ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 200 കിലോമീറ്ററോ അല്ലെങ്കിൽ 300 കിലോമീറ്ററിനകത്തേ ഉള്ളൂ അമാൽഫി കോസ്റ്റിലേക്ക്. ഈ മലഞ്ചെരുവിലെ മനോഹര പട്ടണമായ അമാൽഫിയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അമാൽഫിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് തിരികെ പോകാനുള്ള ഒരു പ്ലാനിലാണ്. ഞങ്ങൾക്കൊരു 10-15 മിനിറ്റിനകത്ത് അമാൽഫിയിൽ പോകണം. 1-2 ചിത്രങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരികെ പോവുകയാണ്. അപ്പം എപ്പോഴെങ്കിലും സൗത്ത് ഇറ്റലി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അമാൽഫി ഒരിക്കലും വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ കാഴ്ചകൾ എല്ലാം തന്നെ സഞ്ചാരികളെ വീണ്ടും വീണ്ടും ഇവിടെയൊക്കെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് €3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. എടുത്തിട്ട് നേരെ അമാൽഫിയിലെ ഒരു ഹെലികോപ്റ്റർ വ്യൂ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് നമ്മുടെ അമാൽഫിയിലെ ഹെലികോപ്റ്റർ വ്യൂ കാണാനുള്ള എലിവേറ്ററിൻ്റെ ഹെലികോപ്റ്റർ വ്യൂ കാണാനുള്ള എലിവേറ്ററിലേക്ക് നമ്മൾ പോകുന്നത്. മുകളിൽ നിന്നിട്ട് അമാൽഫിൻ്റെ രാത്രി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം സമയം ഏതാണ്ട് 5 മണി ആകാറായിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള വ്യൂ സൂപ്പർ വ്യൂ ആണ്. അമാൽഫി കോസ്റ്റിൻ്റെ സൂപ്പർ വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അമാൽഫി കോസ്റ്റിൻ്റെ ഒരു ബ്യൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എലിവേറ്ററിൻ്റെ മുകളിൽ വന്നിട്ട് ഇവിടെ നിന്ന് കാണണം. അത്രയ്ക്ക് മനോഹരമാണ് അമാൽഫി കോസ്റ്റ്. വീണ്ടും വീണ്ടും മടങ്ങി വരുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു പട്ടണം തന്നെയാണ്. ഇവിടെ മുകളിൽ നമുക്ക് കാണാം, ഇവിടെ നിറയെ ഓറഞ്ച് കായ്ച്ചു നിൽക്കുന്നത് കാണാം. ഇതാണ് അമാൽഫി കോസ്റ്റിൻ്റെ സൂപ്പർ വ്യൂ. അമാൽഫിയിലെ നൈറ്റ് കാഴ്ചകൾ, ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിച്ച മരങ്ങളൊക്കെ കാണാം. ഞങ്ങൾ അമാൽഫിയോട് വിട പറയുകയാണ്.
ഇനി ഒരിക്കൽ കൂടി ഇവിടെ വരണമെന്നുണ്ട്, കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു പട്ടണം. സമ്മർ സമയത്ത് ഇവിടെ അടുക്കാൻ പറ്റില്ല, കാരണം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് അമാൽഫി കോസ്റ്റ്. ഇനി ഒരിക്കൽ കൂടി വരണമെന്നുണ്ട്, എന്തെങ്കിലും ഒരിക്കൽ വണങ്ങി വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അമാൽഫിയിൽ നിന്നും തിരികെ പോകുന്ന വഴിക്ക് പറ്റുവാണെങ്കിൽ പോസിറ്റാനോ എന്ന് പറയുന്ന മറ്റൊരു പട്ടണം കൂടെ കണ്ടിട്ട് വേണം പോകാൻ. ഇതാണ് നേപ്പിളിക്കാരുടെ ദൈവം. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ഓപ്പറ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം.